നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇനി വരുന്നത്. ഒരു 72 മണിക്കൂറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കും. ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി ഇപ്പോഴത്തെ. പിന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നത് അത് നോക്കും നമ്മൾ. പിന്നെ എന്താണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കും. നിങ്ങൾ ഒരുമിച്ചുള്ള കാര്യങ്ങളാണ്, സെപ്പറേറ്റ് നോക്കുന്നില്ല. പിന്നെ എന്താണ് വരുന്നത് റിലേഷൻഷിപ്പിൽ, അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസും യൂണിവേഴ്സിൻ്റെ ഒരു അഡ്വൈസും, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ്. ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. 2ഉം 3ഉം മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ. നമുക്ക് ഓറക്കൽ മെസ്സേജ് ആദ്യം നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ Mahashivratri, love and harmony await. The auspicious occasion of Mahashivratri brings with it the promise of new love and the harmonization of your relationship with your soulmate. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. എന്തായാലും മഹാശിവരാത്രിയോട് അനുസരിച്ച് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കറണ്ട് റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, ഇതൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ. അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു അധ്യായം തുടങ്ങും, നല്ലൊരു അധ്യായം കേട്ടോ. അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഏസ് ഓഫ് സ്വേർഡ്സ് ആണ്. ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലേ? ഒരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ലേ റിലേഷൻഷിപ്പിൽ? എന്താണ് നടക്കുന്നത്, റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത്, തമ്മിൽ മനസ്സിലാകുന്നില്ലേ? അതല്ലെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ? ആ പേഴ്സൺ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കറിയില്ല എന്നൊക്കെ ഡയലോഗ്സ് വരുന്നുണ്ടോ? നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാമത്. ചില കാർഡ്സ് റിവേഴ്സും ചില കാർഡ്സ് അപ്രൈറ്റും ആണ്. കൂടുതൽ റിവേഴ്സ് ആണെങ്കിൽ ഞാനത് തിരിച്ചു വയ്ക്കാം. ഓക്കെ, എന്നിട്ടും റിവേഴ്സ് കാർഡാണ് വന്നത്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇതെനിക്ക് മതിയായി എന്നൊരു ചിന്ത വരുന്നുണ്ട്. ഇവിടെ ഒരു 10 of Wands റിവേഴ്സ് ആണ്. 10 of Wands അപ്രൈറ്റ് ആണെങ്കിൽ നമ്മളിപ്പോഴും ദുരിതമുണ്ട് റിലേഷൻഷിപ്പിൽ, എന്നാലും നമ്മൾ ആ റിലേഷൻഷിപ്പ് താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുന്നു, സകലതും സഹിച്ച് കൊണ്ടുപോകുന്ന അർത്ഥം. പക്ഷെ അത് റിവേഴ്സ് വരുമ്പോൾ എനിക്ക് മതിയായി, ഇത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി വെക്കണം എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിലെങ്കിലും വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ശീതസമരത്തിലായിരിക്കും, ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും തമ്മിൽ സംസാരിക്കുന്നില്ലായിരിക്കും. ചിലപ്പോൾ മക്കൾ വഴി സംസാരിക്കുന്ന പാരൻസ് ഉണ്ട്. അതല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അല്ലെങ്കിൽ മെസ്സേജ് ബോർഡിൽ എഴുതി വയ്ക്കുക, നേരിട്ട് സംസാരിക്കാത്ത ചില സിറ്റുവേഷൻ അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നില്ലായിരിക്കാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
നമ്മൾ സോൾമേറ്റ് കണക്ഷൻ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സോൾമേറ്റ് കണക്ഷനൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ജീവിതമാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ ഒരു സാധനത്തിലും പെർഫെക്ഷൻ ഇല്ല, അത് വാഴില്ല എന്നാണ് സത്യം പറഞ്ഞാൽ. മനസ്സിലാവണം. അപ്പോൾ നമ്മളുടെ സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ, സോൾമേറ്റ് കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ സന്തോഷമായിട്ടൊരു റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണെങ്കിൽ അതൊരു സോൾമേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വരേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമ്മളെ ദ്രോഹിച്ച ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ദ്രോഹിച്ച ഒരു ഭാര്യ, അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിച്ച ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഒരു ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഇവരൊക്കെയാണ് നമ്മൾ പുറകെ വരിക ആ പക തീർക്കാൻ വേണ്ടി. അപ്പോൾ ചിലപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, പക്ഷേ നല്ല റിലേഷൻഷിപ്പ് ആവണം എന്നില്ല. അവിടെ കുറേ വർക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഈ സോൾമേറ്റ് കണക്ഷൻ ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ ചിന്ത മാറ്റി വെക്കുക. സോൾമേറ്റ് കണക്ഷൻ, എല്ലാ സോൾമേറ്റ് കണക്ഷനും റൊമാൻറ്റിക് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനകത്തൊരു ചേഞ്ച് വരാനായിട്ട് പോകുന്നുണ്ട്. അതിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഒരാൾ മറ്റേ ആളെ ഭയങ്കര ഒരു എന്താ പറയുക, സ്നേഹം, എനിക്ക് ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്, ഒറ്റയ്ക്ക് എവിടെയും വിടാറില്ല, എവിടെ പോയാലും ഞാൻ കൂടെ പോകും, ഭക്ഷണം പോലും ഞാൻ ഉണ്ടാക്കുന്നതേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു പവർ സ്ട്രഗിളാണ് കാണിക്കുന്നത്. ചില കംപ്ലീറ്റ് ആ പേഴ്സൺ, ചില ഭാര്യമാർ, ഞാൻ പറയുന്നത് കേട്ടു, ഭർത്താക്കന്മാർ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല, ഭാര്യമാർ പറയും എല്ലാ കാര്യവും, ഷൂസ് ആണെങ്കിലും എന്താണെങ്കിലും, ഓഫീസിൽ പോകുമ്പോൾ എല്ലാ കാര്യം, കാറിൻ്റെ കീ പോലും ഞാൻ എടുത്ത് കൊടുക്കുന്നത് വളരെ അഭിമാനത്തോടെയാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പുറകിലൊരു കള്ളത്തരം ഉണ്ടെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആ പേഴ്സണെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം അവർ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒട്ടും ഒരു കാര്യം വർക്ക് ചെയ്യില്ല. കാരണം എല്ലാം ഈ പേഴ്സൺ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ഒരു പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ പുറകിലൊരു സ്നേഹത്തിൻ്റെ കൂടെ നമ്മൾ സ്നേഹം ചില സമയത്ത് ഒരു പവർ ഇതിൽ വന്നിട്ട് അതുകൊണ്ട് സ്നേഹം കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട്. മനസ്സിലായോ? അതാണ് ഈ അമ്മമാർ പറയില്ലേ, 10 മാസം നിന്നെ ചുമന്ന് പ്രസവിച്ചു, ചുമന്നുകൊണ്ട്, അതൊരു സ്നേഹത്തിൻ്റെ പവറാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മൾ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ട് അയാളിൽ നിന്നൊരു പ്രത്യുപകാരം പ്രതീക്ഷിക്കാൻ പാടില്ല. അവിടെ ഒരു പ്രശ്നമാണത്. അപ്പോൾ ഇവിടെ ഒരു പവർ സ്ട്രഗിൾ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീ ഈ സിംഹത്തിനെ മെരുക്കിയെടുക്കാൻ നോക്കുകയാണ്. സ്നേഹത്തോടു കൂടിയാണ് മെരുക്കുന്നത്, എന്നാലും ഒരു മെരുക്കലല്ലേ, കാരണം അതൊരു വൈൽഡ് ആനിമലാണ്. അപ്പോൾ അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ തെറ്റാണ്. അതിൻ്റെ കാട്ടിൽ ജീവിക്കാൻ, അത് നാട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് നമ്മൾ മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ മെരുക്കുവാൻ എന്തോരം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു സ്ട്രഗിളാണ്, പവർ സ്ട്രഗിളാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ ഒരാൾ ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റുവേഷനിൽ വന്ന് കയറിയത് കൊണ്ട് ഈ പേഴ്സണ് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് അവിടെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇവിടെ. നിങ്ങൾക്കാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രണ്ടുപേരുടെയും എനർജിയാണ് നമ്മൾ ഒരുമിച്ചാണ് നോക്കുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് നോക്കാത്തതുകൊണ്ട് ഇത് ആരുടെ എനർജിയാണെന്ന് അറിയില്ല. നോക്കാം, ക്ലാരിഫൈ ചെയ്യാം. ഇതൊരു കണ്ണിങ്നെസ് ഉണ്ട് ഇവിടെ. മനസ്സിലായോ? ഈ സാധനം താഴത്തേക്ക് പോകുന്നുണ്ടോ? എനിക്കൊരു ഡൗട്ട്, ക്യാമറ താഴത്തേക്ക് പോകുന്നുണ്ടോ? എന്തെങ്കിലും ആവട്ടെ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല റീഡിങ്, അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്? ഈ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു അത് കണ്ണിങ്നെസ്സിന് കൂടിയാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് മറ്റേ ആളെ മാറ്റാൻ നോക്കുന്നു, മറ്റേ ആൾ അത് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്ക്, ഈ മാറ്റാൻ നോക്കുന്ന ആൾക്ക് അത് മനസ്സിലാവരുത്. മനസ്സിലായി? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടാണ് മാറ്റാൻ നോക്കുന്നത്. പക്ഷെ അത് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ കണ്ണിങ്നെസ് മറ്റേ ആൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അയാൾ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ.
അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെങ്ത് കാർഡ് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, പക്ഷേ ഒരു ചിരിയുടെ മുഖപടം അണിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാം നിന്റെ നല്ലതിന് വേണ്ടി, നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കുന്നത് പോലെ. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു കൺഫ്യൂഷൻ. ഈ പേഴ്സണ് ഈ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ കയ്പ് മരുന്ന് നമ്മളെ കൊണ്ട് കുടിപ്പിക്കുന്ന പോലെ, നിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത് കുടിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു നല്ലൊരു കാര്യമുണ്ടെന്ന് വിചാരിച്ച് ആണ് നമ്മൾ അതിനകത്തേക്ക് അത് കഴിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ക്യാമറയുടെ ഈ പരിപാടി കാരണം. ഓക്കെ, ഞാനങ്ങല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ റിഗ്രറ്റിൻ്റെ കാർഡിനെ കൺഫ്യൂഷനും ഒരു 3 of Swords ആണ് കാണിക്കുന്നത്. 3 of Swords ആണ്, ഹാർട്ട് ബ്രേക്ക് ആണ്. അപ്പോൾ വളരെ വിശ്വാസത്തോടെ കയറിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷെ ഇതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഈ ഒരു ബന്ധം ഇങ്ങനെ പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്, കൺഫ്യൂഷനും ഉണ്ട്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഈ പേഴ്സൺ, ഇതെങ്ങനെ ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു എനർജിയിലേക്ക് വന്നു എന്നൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പം എന്താ നടക്കുന്നത് നോക്കിയപ്പോൾ ഇതാണ് നടക്കുന്നത്. ഒരു പവർ സ്ട്രഗിൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒട്ടും ഹാപ്പി അല്ല, മറ്റേ ആൾ അത് മനസ്സിലാക്കുന്നേ ഇല്ല. മറ്റേ ആൾക്ക് ഹാപ്പിനെസ് അല്ല, ഇങ്ങനെയാണ് ഈ പേഴ്സൺ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കണ്ടിട്ടില്ലേ എന്ന് വെച്ചാൽ നല്ല നീളമുള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. എന്നിട്ട് ഞാൻ എല്ലാവരുടെ കാര്യമല്ല, ചിലരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പെൺകുട്ടികളുടെ സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന് പക്ഷേ മോഡേൺ കുറച്ച് എന്ന് വെച്ചാൽ മുടി അധികം ഇഷ്ടമല്ല, ബോബ് കട്ടാണ് ഇഷ്ടം, അങ്ങനെയുള്ള. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആ കുട്ടി നീളമുള്ള വർഷങ്ങളായിട്ട് പരിപാലിച്ച് കൊണ്ടുവരുന്ന മുടി അത് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുന്നു. മുണ്ടുടുക്കുന്ന ഭർത്താവ്, ഭാര്യയ്ക്ക് പെൺകുട്ടിക്ക് ഇഷ്ടം പാൻ്റ് ഇടുന്ന ആളെയാണ്, ഭർത്താവിനെ മുണ്ടുടുക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഭാര്യ ഫോഴ്സ് ചെയ്യുന്നു, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ പാൻ്റൊക്കെ ഇടുന്ന. പിന്നെ അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ അല്ലേ? നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അയാൾ അത്രയും വർഷം ജീവിച്ച ഒരു കാര്യം ഒറ്റ ദിവസം കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞാൽ അയാളെ മാറ്റാൻ നോക്കുമ്പോൾ അവർക്കും ഭയങ്കര തലവേദനയാണ്, നമ്മളും അതിൽ നിന്ന് ഹാപ്പി അല്ല. പക്ഷെ നമ്മളുടെ ആ ഒരു ഒറ്റ ബുദ്ധിക്കാണ് ഇരിക്കുന്നത്, അങ്ങനെ പറ്റുള്ളൂ എന്നാൽ പിന്നെ അങ്ങനത്തെ ആളെ വിവാഹം കഴിക്കുക. ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ അവളുടെ ഈ കുറേ കാര്യങ്ങൾ ഇഷ്ടമല്ല, ഒരു പയ്യനാണെങ്കിലും അതെ ഇഷ്ടമല്ല, പക്ഷേ കുഴപ്പമില്ല, അത് എൻ്റെ പരിധിക്ക് ഞാൻ വർത്തിക്കോളാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. ആ എനർജിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉത്തരവാദി കേട്ടോ. അപ്പോൾ ഇവിടെ ലിയോ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. ഇവിടെ വേറെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നുമില്ല. എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എന്നാലും ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ചാലഞ്ച് മലയാളം വേർഡ് എന്താണ്? ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗൂഗിൾ നോക്കണം. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 4 of Pentacles കാണിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് സ്വന്തം വിശ്വാസങ്ങളും സ്വന്തം ആഗ്രഹങ്ങളും മുറുക്കെ പിടിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ പക്ഷേ അത്രയും അപ്പോൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയ എനർജി. ഇങ്ങനെ പറ്റുള്ളൂ, അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് വേണം, മനസ്സിലായി, ഇത്രയും ഇഞ്ച്, ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ വേണം, അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു എനർജി ഉണ്ട്. മറ്റേ ആൾ അതൊന്നും വയ്യ, എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, മനസ്സിലായി, ആവശ്യത്തിന് ചിട്ടയുള്ള ആവശ്യത്തിന് ഡിസിപ്ലിനുള്ള പക്ഷേ എക്സ്ട്രീം ഡിസിപ്ലിന് ഇഷ്ടമില്ലാത്ത ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു വടംവലിയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ചാലഞ്ച്. ഇവിടെ നോക്ക്, ഓവർ കമ്മിറ്റഡ് ആണ് കാണിക്കുന്നത്, ഡിസോർഗനൈസ്ഡ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരാൾ മറ്റേയാളെ എപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അങ്ങനെ പോരാ, കുറച്ചും കൂടെ നീട്ടിയിട്ട് ബെഡ്ഷീറ്റ് ഇടുമ്പോഴത്തേക്കും അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അടിയിലേക്ക് പോകണം, മടക്കി. ഹോട്ടലുകളിൽ നമ്മൾ കണ്ടിട്ട് ഹോട്ടൽ റൂമിൽ ബെഡിന് ഇടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യണം എന്ന് പറയുന്ന ഒരാൾ മറ്റേ ആൾ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിടക്കാനല്ലേ, ഹോട്ടലൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന. വൃത്തിയുടെ കാര്യത്തിൽ അതുണ്ട്, ഹോട്ടൽ പോലെ വൃത്തിയാക്കി ഇടുന്ന ഒരു വീടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അതാണ് മീൻസ് ആ ഒരു സിറ്റുവേഷനാണ് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഓവറായിട്ട് വൃത്തിയാക്കുക, ഏത് നേരം തുടച്ചു മിനുക്കിക്കൊണ്ടിരിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു പരിധി വരെ അത് കുഴപ്പമില്ല. പിന്നീട് അതൊരു മെൻ്റൽ പ്രശ്നമായിട്ട് മാറുകയാണ്, ഒബ്സഷനാണ് ക്ലെൻലിനെസ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു വീടാകുമ്പോൾ കുറച്ചൊക്കെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവും. വീടല്ലേ, ആൾക്കാർ പെരുമാറുന്ന സ്ഥലമല്ലേ. ഹോട്ടലുകൾ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് കയറുന്ന അവരെ ബോധിപ്പിക്കാനുള്ള കാര്യം ഒരു ബിസിനസ്സാണ്. വീടാകുമ്പോൾ അങ്ങനെയല്ല,
നമ്മൾ ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എപ്പോഴും ആളുകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വീടുകളിൽ ഉണ്ടാവും അല്ലേ. അതിൻ്റെ പുറകെ ഒറ്റ ബുദ്ധിയായിട്ട് ഓടി നടക്കുന്നവർക്ക് തലവേദനയാവും. അപ്പം അങ്ങനത്തെ രണ്ടുപേരാണ് ഇവിടെ കാണിക്കുന്നത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളും എല്ലാത്തിലും കുഴപ്പം കാണുന്ന ഒരാളും, അവിടെയാണ് പ്രശ്നം. അപ്പം അത് നിങ്ങൾ തമ്മിലൊരു സ്ട്രഗിളാണ്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് പറയുന്നത്. അപ്പോൾ ലവേഴ്സാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട്, പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം വരുന്നത്. നിങ്ങൾ എല്ലാ തരത്തിലും നല്ല ഹാപ്പി ഫാമിലിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ വഴക്കൊഴിഞ്ഞ് സമയത്ത് സ്നേഹമുണ്ട്, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. പക്ഷെ ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. ഈ വഴക്ക് കാരണമാണ് ഡിസപ്പോയിൻമെന്റ്. ഒരു നേരം മനസ്സമാധാനമില്ല. മനസ്സിലായോ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഈ ഡ്രസ്സ്, ഈ കളർ, എപ്പോഴും ഈ കളറേ ഇടുള്ളൂ, എത്ര നല്ല ഷർട്ട് ഉണ്ട്, എത്ര നല്ല സാരി ഉണ്ട് എന്നൊക്കെ തമ്മിൽ കുറ്റപ്പെടുത്തുന്ന രണ്ടുപേരാണിത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ഇതാണ് നിങ്ങളുടെ ചാലഞ്ചസ്, ഇതാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നും പറ്റില്ല. മനസ്സിലായി? നിങ്ങൾ തമ്മിലേ പറ്റുള്ളൂ. നിങ്ങൾ തമ്മിൽ ലവേഴ്സാണ്, സോൾമേറ്റ് കണക്ഷൻ ആണ്, എല്ലാം പെർഫെക്റ്റ് ആണ്. ഈ ഒരു പ്രശ്നത്തിലാണ് നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ആരോടുമായിട്ടും വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ല. വേറൊരാളെയും നിങ്ങൾക്ക് ഈ പേഴ്സണിന്റെ സ്ഥാനത്ത് കാണാനും പറ്റില്ല, ആ പേഴ്സണ് നിങ്ങളുടെ സ്ഥാനത്തും കാണാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രഗിള്. മനസ്സിലായോ? ഈ ഒരു റൂമിൽ അകപ്പെട്ട രണ്ടുപേരും ക്യാരക്ടേഴ്സ് ഭയങ്കര വ്യത്യാസം. എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് അടി ബഹളം ആകെ പ്രശ്നം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇവിടെ സാജിറ്റേറിയസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. അവർ രണ്ടുപേരുമാണ് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് ഒരു 72 മണിക്കൂറിനുള്ളിൽ എന്താണ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്? ഒരാൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാഗ്നൻ്റ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരമില്ല. സംസാരിച്ചാൽ അടിയുണ്ടാവും. സംസാരിച്ചാൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ഒപ്പീനിയൻ ഇല്ല. എപ്പോഴും ഒരാൾ പറയുന്നതിന് അത് കേൾക്കുന്ന ആൾ വാ തുറക്കുമ്പോൾ തന്നെ മറ്റേ ആൾ പറ്റില്ല എന്ന് പറയും. മനസ്സിലായി? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ. അപ്പോൾ ഒരു 72 മണിക്കൂറിനുള്ളിൽ ഈ സിറ്റുവേഷൻ ഏറ്റവും വേഴ്സ്റ്റ് ആവും. മനസ്സിലായി? ഇതിലും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും നിങ്ങൾ ഭയങ്കരമായിട്ട്. പക്ഷെ അവസാനിക്കുന്നില്ല, ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക്. ആ വേഴ്സ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളുടെ അടിത്തട്ട് തട്ടാൻ പോവുകയാണ്. മനസ്സിലായി? ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ഭയങ്കര സ്ട്രെസ്സാവും, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യപ്പെടും ഈ റിലേഷൻഷിപ്പിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ. കാരണം നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, വേറെ ആരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരുള്ളൂ. ചേരാതെ ചേരുന്ന രണ്ടുപേരാണ് നിങ്ങൾ. രണ്ടുപേരും ഓപ്പോസിറ്റ്സ് ആണ്, പക്ഷേ ഭയങ്കര അട്രാക്ഷനാണ്. നിങ്ങൾക്ക് വേറെ ആരും പറ്റില്ല. എന്നാൽ നിങ്ങൾ തമ്മിൽ അടിയും തുടങ്ങും. അപ്പോൾ ഏതായാലും ഒരു 72 മണിക്കൂറിനുള്ളിൽ ഒരു വ്യത്യാസം, അതും വളരെ സ്ട്രോങ് ആയൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഓൾമോസ്റ്റ് താഴെ മീൻസ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത്രയും വേഴ്സ്റ്റ് ആയ സിറ്റുവേഷനിൽ പോകും. ഭയങ്കര സ്ട്രെസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇത് മനസ്സിലാക്കും, സ്നേഹം മനസ്സിലാക്കും നിങ്ങൾ. പിന്നെ നിങ്ങൾ തിരിച്ചു വരും. മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പുറത്ത് എവിടെയും പോയാൽ ഒരു ഹാപ്പിനെസ്സും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, വളരെ സ്ട്രോങ് ആയൊരു മൂവ്മെൻറ്റ്. ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് വേറൊരാൾ വന്ന്, ഒരു ക്യാൻസർ സോഡിയാക് സൈൻ, വളരെ സ്ട്രോങ് ആയ ഒരാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം. മതി, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് കയറി വരുന്ന ഒരു എനർജി. ആ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ആരോ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറൊരാളുടെ ആക്ഷൻ. ചില സമയത്തുണ്ടല്ലോ നമ്മളുടെ പേഴ്സണെ നമുക്ക് നോക്കുമ്പോൾ കൊള്ളില്ല, ആരെ നോക്കാം. അപ്പം ആ പേഴ്സൺ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും മീൻസ് കാണാൻ നല്ലതാണ്, ആരെ നോക്കാനാണ് ഈ പേഴ്സണെ. ചിലപ്പോൾ ഫ്രണ്ട്സ് ഭാര്യയോട് പറയും നിങ്ങളുടെ ഭർത്താവിനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, പുള്ളീനെ ആര് നോക്കാനാണ് എന്ന് പറയുന്ന ഭാര്യമാരെ ഞങ്ങളെ കണ്ടിട്ട്. എന്ന് പറഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പ്, വേറൊരു മൂന്നാമതൊരാൾ ഭാര്യയെ നോക്കുന്നതോ ഭർത്താവിനെ നോക്കുന്നതോ കാണുമ്പോഴാണ് ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ സൗന്ദര്യമോ
അവർ ആരാണെന്നൊരു ബോധം മറ്റേ ആൾക്ക് വരുന്നത്. അങ്ങനൊരു സിറ്റുവേഷൻ ആവാനും വഴിയുണ്ട്. ചിലപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ഭാര്യയെ അപ്രീഷിയേറ്റ് ചെയ്യോ നിങ്ങളുടെ ഭർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യോ ചെയ്യും. അപ്പോഴാണ് നിങ്ങളൊന്ന് ഞെട്ടാൻ പോകുന്നത്. ഈ പേഴ്സണ് വേറെ ആരെങ്കിലും ലൈഫിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടാൻ വഴിയുണ്ടെന്ന് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും. അപ്പോഴാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് രണ്ടാമത് ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഭാര്യ വേറെ ആരുടെയെങ്കിലും കൂടെ പോയാലോ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് വേറെ ആരുടെയും കൂടെ പോയാലോ, ബോയ് ഫ്രണ്ട് വേറെ ആരുടെയും കൂടെ പോയാലോ, ഹസ്ബൻഡ് വേറെ ആരുടെയും കൂടെ പോയാൽ. മനസ്സിലായോ? നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ കൊടുക്കുമ്പോൾ അവർ പുറത്ത് അന്വേഷിക്കും സമാധാനം. അങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ ബോധവാനോ ബോധവതിയോ ആകുമ്പോഴാണ് ഇവിടെ വ്യത്യാസങ്ങൾ വരാൻ പോകുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ വരാം. നിങ്ങളായിട്ട് എടുക്കുന്നതല്ല, പുറത്തുനിന്നൊരു എനർജി വന്ന് കയറി നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് കാണിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ക്യാൻസർ എന്ന് പറഞ്ഞത്. ഗൈഡൻസ് എന്താണ്? ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ റിലേഷൻഷിപ്പിലാവുമ്പോൾ നിങ്ങൾ ചില സമയത്ത് നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് വലിയ അഹങ്കാരത്തിൽ ചിലരുണ്ടങ്ങനെ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹം. എനിക്ക് ആരുടെയും ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ്, എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് പേടിയുള്ളവരാണ്. മനസ്സിലായോ? അപ്പോൾ റിലേഷൻഷിപ്പ് ഭയങ്കര വർക്കാണ്, റിലേഷൻഷിപ്പ് റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് മടിയുള്ളവരാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. വിവാഹം കഴിക്കാതിരിക്കുക, പിന്നെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമ്പോഴത്തേക്കും വിവാഹം കഴിക്കുക, അത് വേറൊരു സിറ്റുവേഷൻ. ഇത് വിവാഹമേ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ചിലരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഒരാളുടെ മനസ്സിലുണ്ട്. കാരണം അയാളുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കാനായിട്ട് ആണ് ആഗ്രഹം, ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹം. പക്ഷേ യൂണിവേഴ്സ് പറഞ്ഞ അങ്ങനെ ഒരു ചിന്ത പാടില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് മടുക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ആളെ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറും. പിന്നെ ഇതൊക്കെ ബോറടിയാവും, ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഒരു റീകൺസിലിയേഷൻ നേരത്തെ ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. കാരണം വെറുതെ നിങ്ങൾ ഇതിന്ന് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതിന്ന് പോകുന്നില്ല, ഇതിൽ സ്റ്റക്കാണ്. അപ്പോൾ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് ജീവിതം കൂടുതൽ കിട്ടും നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ ഒരു 10 വർഷത്തിനുള്ളിൽ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം റീകൺസൈൽ ചെയ്താൽ 10 വർഷം നിങ്ങളുടെ വേസ്റ്റാണ്. അപ്പോൾ അതിന് പകരം അന്ന് റീകൺസിലിയേഷൻ എന്തായാലും ചെയ്യേണ്ടി വരും. എന്നാൽ പിന്നെ ഇന്നേ റീകൺസിലിയേഷൻ ചെയ്താൽ അത്രയും സന്തോഷം കൂടുതൽ കിട്ടില്ലേ നിങ്ങൾക്ക്? അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല പുറത്തേക്ക്, കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ റീകൺസൈൽ ചെയ്തേക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു രക്ഷയില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ റീകൺസൈൽ ചെയ്തേക്കൂ എന്നാണ് പറയുന്നത്. എന്തായാലും 72 മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഒരു ചാൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്. സ്കോർപിയോ, വെർഗോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ് ഫൈനലി പറഞ്ഞത്, കേട്ടോ. സോറി, ഞാനത് പറഞ്ഞോ? നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് പറഞ്ഞില്ല. അഡ്വൈസ് ആണ് ആ ലാസ്റ്റ് 3 കാർഡ്, കേട്ടോ. ഞാൻ ഇതിൽ ഇൻവോൾവ് ആയി പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു ചിന്ത വന്നില്ല, സോറി. ഇപ്പോൾ ജെമിനായി, സാജിറ്റേറിയസ്, ഞാൻ പറഞ്ഞതാണ് ഈ കാർഡ്സൊക്കെ. ലിയോ സ്ട്രോങ് ആണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ ഓറക്കിൾ മെസ്സേജ് എടുക്കാം. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഡിസ്ട്രോയറിൻ്റെ കാർഡ് വന്നൊരു മേജർ ചേഞ്ച്, അതിൻ്റെയാണ് കണ്ടത്. ഇവിടെ ഒരു കാർഡാണ് പറഞ്ഞത്.
മൂന്ന് കാർഡ്സാണ് പറഞ്ഞത്. ഒന്ന് ഓവർ ബർഡൻ, സേ നോ ആൻഡ് റിലീസ് ബർഡൻ. യു ആർ ടേക്കിംഗ് ഓൺ ടു മച്ച്, ട്രൈങ് ടു ബി എവറിത്തിങ് ടു എവ്രി വൺ ആൻഡ് ആസ് എ റിസൾട്ട് ഫീലിംഗ് ഓവർ ബർഡൻ. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും നന്നാവാൻ വേണ്ടി നമ്മളെല്ലാവരും പറയുന്ന കാര്യങ്ങൾ ചെയ്യും. അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, അന്തം വിട്ട് നിൽക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്ന് പറയുക. അതാണ് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് സാക്രിഫൈസ്. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. സാക്രിഫൈസ് ഫോർ ദ സേക്ക് ഓഫ് യുവർ ഫാമിലി ഓർ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി. Although it is very hard to make this sacrifice, however, it is crucial for the people around you. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം, നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വേണ്ടാന്ന് വെക്കണം. അത് നിങ്ങളുടെ മാത്രം ഗുണത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഗുണത്തിനും വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് മെഡിറ്റേഷൻ. ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. Embrace solitude and engage in meditation as it is the key to gaining a deeper understanding of yourself and uncovering your true spiritual essence. അപ്പോൾ മെഡിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയാനും നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണോ, നമുക്കത് ഫ്യൂച്ചറിൽ ഗുണം ചെയ്യുന്നതാണോ, അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണോ, ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ മെഡിറ്റേഷൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി 7 of Wands ആണ്. 7 of Wands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു ഡിഫെൻഡ് ചെയ്യുന്ന പോലെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡിഫെൻസ് ചെയ്യുകയാണ് ഒരാൾ, അല്ലെങ്കിൽ രണ്ട് പേരിൽ നിന്നും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിറ്റിസിസം കൂടുതലായിരിക്കും. ഒരാൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ കീറി മുറിച്ച് നോക്കുന്ന ഒരാളായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റേയാൾ എപ്പോഴും ഡിഫെൻസീവ് ആവണം, എപ്പോഴും പേടിയിലായിരിക്കാം. ചിലപ്പോൾ ഉപദ്രവിക്കുന്ന ഒരാൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരാൾ മറ്റേയാൾ ഉപദ്രവിക്കുന്ന വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫിസിക്കലി തന്നെ ഉപദ്രവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ഡിഫെൻസീവ് സിറ്റുവേഷനിലായിരിക്കാം. മനസ്സിലായോ? ചിലർ ഭയങ്കര വയലൻ്റ് ആണ്. ഞാൻ ഒരു മൂവി കണ്ടു, അതിനകത്ത് ഒരു പെൺകുട്ടിയും, അയാൾ സർജനാണ്, ഇവള് തൽക്കാലം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കുക്ക് ചെയ്യാന്ന് പറയും. വളരെ സ്നേഹത്തോടെ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിയുന്ന മണം വരും ഭക്ഷണം. അപ്പോൾ അവൾ അയാളോട് പറയും, ഞാൻ പറഞ്ഞല്ലേ നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ തുറക്കുമ്പോൾ അയാൾ ആ ചൂടുള്ള സാധനം കൈകൊണ്ട് പിടിക്കുമ്പോൾ അയാൾ കൈ നന്നായിട്ട് പൊള്ളുമ്പോൾ ഇയാൾ അത് താഴെ ഇടാണ്ട് ഇവൾക്കിട്ടൊരു അടി കൊടുക്കും. മനസ്സിലായി? അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ചിലരുണ്ട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ അവർ പെട്ടെന്ന് വയലൻ്റ് ആവും. വയലൻ്റ് ആയിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, ആരെയാണ് ഉപദ്രവിക്കുന്നതെന്ന് അവർക്കറിയില്ല. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാണോ? അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി, നിങ്ങളൊരു 2 സ്ത്രീകൾ ഇവിടെ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ 2 സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ 2 മെയിൽ എനർജീസ്. അപ്പോൾ എന്തായാലും ഇത് ഒരു അമ്മയും കുഞ്ഞുമാണ്, മറ്റേത് ഒരു മുട്ടയ്ക്കടയിലേക്ക് ഇരിക്കുന്ന ഒരു സർപ്പമാണ്. അത് ഭയങ്കര വിഷമുള്ള ഒരു സാധനം. അപ്പം നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടി ഉണ്ടാവുന്നത് കേട്ടോ. എപ്പോഴും ബഹളമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, മനസ്സമാധാനമില്ല, എപ്പോഴും നിങ്ങൾ ഡിഫെൻസീവിലാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, നിങ്ങളെ ചീത്ത പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ സ്വർണവും നിങ്ങളുടെ പണവും എല്ലാം മറ്റൊരു സ്ത്രീക്ക് പോകുന്നുണ്ട്. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ സമ്പാദിക്കുന്ന പണം വേറെ ആർക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അറിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ എപ്പോഴും ബഹളമാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ റെഡിയാണോ? നിങ്ങളൊരു അമ്മയും കുഞ്ഞും പോലെ കാണിക്കുന്നുണ്ട്, അച്ഛനും ആവാം. നമുക്ക് നോക്കാം ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ് റിലേഷൻഷിപ്പിൽ കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങൾക്കൊരു ഒരു ചിന്തയുണ്ട്, ഈ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ഉപേക്ഷിക്കുമെന്ന്. തേർഡ് പാർട്ടി പോകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്. നിങ്ങൾക്ക് പഴയ ആ ഒരു സ്നേഹമുള്ള ഒരു പാർട്ട്ണറെ അല്ലെങ്കിൽ പേഴ്സണെ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്.
അതുകൊണ്ടായിരിക്കണമല്ലോ ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യണം. നിങ്ങൾ ഈ സിറ്റുവേഷനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഹോപ്പ് മറ്റുള്ളവർക്ക് കാണുന്നില്ല, നിങ്ങൾ പക്ഷേ ഹോപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ട് നാളെ ഈ ഒരു തേർഡ് പാർട്ടി ഇറങ്ങിപ്പോവും, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കുമെന്ന്. മനസ്സിലായി? അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പ് വിടാതെ അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു വിശ്വാസം, നിങ്ങൾ ചിലപ്പോൾ ലവ് മാരേജ് ആയിരുന്നിരിക്കാം, എന്നിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു റീകൺസിലിയേഷനിലേക്ക് വന്നിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. ചിലപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് ആ പേഴ്സണെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സ് മാറ്റാനൊക്കെ നോക്കി ഈ തേർഡ് പാർട്ടിയെ വേണ്ടാന്ന് വെക്കാമെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് വന്നതാവാനും വഴിയുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. മനസ്സിലായോ? അപ്പോൾ ലവേഴ്സാണ് നിങ്ങൾ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കണം. ഇവിടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എവിടെയും കാണുന്നില്ല, പക്ഷെ നിങ്ങൾ എന്നാലും നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹവും ആ ഒരു പ്രത്യാശയും ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയിൽ സ്റ്റക്കാണ്. തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജി പോലെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഡിവോഴ്സി ആയിരിക്കാം, ഭർത്താവ് മരിച്ചതായിരിക്കാം, ഭാര്യ മരിച്ചവരായിരിക്കാം, എന്തോ ഒരു എനർജിയാണ്. അപ്പോൾ എന്നാലും ഇപ്പോഴും നിങ്ങളുടെ റീകൺസിലിയേഷൻ നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വഴക്കുണ്ടാവുന്നു. കാരണം ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ അത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വാക്ക് തന്നിട്ടാണ് നിങ്ങൾ വന്നതെങ്കിലും ഇപ്പോഴും തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ചാലഞ്ച്? കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഒരു നിങ്ങൾക്കൊരു തിരിച്ചറിവാകുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോ ഉപേക്ഷിക്കാനുള്ള ഒരു വഴിയുമില്ല എന്ന് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറ്റുന്നില്ല, എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കണം, അവരുടെ സ്വർണം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് തട്ടി കൊണ്ടുപോവാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങളുടെ ഇതിനവിടെ ഈ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാനുള്ള സിറ്റുവേഷനിൽ ഒരു ഡിലേ, മനസ്സിലായോ? അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതൊന്നും നടക്കാൻ വഴിയില്ല എന്നത്. അപ്പം നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് അതിനെ. പക്ഷെ നിങ്ങളുടെ ഒറ്റ ആളുടെ മനസ്സിലെ ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തങ്ങി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു മിക്കവാറും ഒരു ഡിവോഴ്സിലേക്ക് പോകാൻ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് വഴിക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ലവ് ഇല്ല ഇവിടെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമില്ല. ഇപ്പോൾ സ്നേഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലം കഴിഞ്ഞു പോയി. പേഴ്സൻ്റെ പെരുമാറ്റത്തിൽ കൂടി തന്നെ ഈ പേഴ്സൺ നിന്നെ അകറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും പഴയ ഓർമ്മകൾ കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാവധാനം ഒരു ബോധം വരുന്നുണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ സ്നേഹമില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റ് നിങ്ങൾക്കുണ്ട്. എന്നാലും നിങ്ങളൊരു ഒരു ചാൻസും കൂടെ കൊടുത്തേക്കാം ഈ പേഴ്സണ് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 10-35 വയസ്സ്, 40 വയസ്സെന്ന് വെക്കാം. 40 വയസ്സിൽ വിവാഹം 40 വയസ്സിൽ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പുറകെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ വേറൊരു പുരുഷന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സെപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതൊരു ജീവിതം പിന്നെയും പടുത്തുയർത്തണം. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ജോലിയില്ലാത്ത ഭാര്യയാണെങ്കിൽ മനസ്സിലായോ, ഭയങ്കര അതിലപ്പുറം ടെൻഷനാണ്. എന്ത് ചെയ്യും? അത്രയും വർഷം ഇനിയിപ്പോൾ എവിടെ നിന്ന് ജോലി കിട്ടും? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ടെൻഷനൊക്കെ ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ കുട്ടികളെ എന്ത് ചെയ്യും? വീട്ടുകാരെന്ത് പറയും? മനസ്സിലായി? അങ്ങനെ പല ചിന്തകളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ചാലഞ്ച്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇന്നല്ല, നാളെ കുറച്ച് പൈസ അവർക്ക് കൊടുക്കാനുണ്ട്, അപ്പോൾ എന്തിനാ അവരോട് സംസാരിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും. അതാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ? ഒരു വലിയൊരു ടവർ മൊമെൻ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്കും ടവർ മൊമെൻറ്റും. നിങ്ങൾ അവസാനം ഇപ്പം ഇതുവരെ നിങ്ങൾ ചോയ്സ് എടുത്തിട്ടില്ല, ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. പക്ഷേ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ വലിയൊരു ഹാർട്ട് ബ്രേക്കാണ്, വലിയൊരു ടവർ. അപ്പോൾ നിങ്ങളായിട്ട് എടുക്കാത്ത തീരുമാനം യൂണിവേഴ്സ് നിങ്ങളെ ഫോഴ്സ് ചെയ്യും എടുക്കാൻ വേണ്ടിയിട്ട്.
ഒരു ടവറാണ് വരുന്നത്. അപ്പോൾ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തോ ഒരു വലിയൊരു ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ജീവിതം. എന്താണ് ഈ ടവർ മൊമെൻറ്റ്? നോക്കട്ടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. അതൊരു ഹാർട്ട് ബ്രേക്ക് ആയിട്ട് കാണിക്കുന്ന ഒരു ഡിസിഷൻ. നിങ്ങളെ ഒരു വലിയൊരു ടവർ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങളുടെ ഫാമിലിയെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. കാരണം നിങ്ങൾ ഡിസിഷൻ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഇവിടെ ഒന്നും നടക്കാൻ പോകില്ലെന്ന് നിങ്ങൾക്കറിയാം. ഈവൻ ഓറക്കൽ മെസ്സേജ് പറഞ്ഞതും അത് തന്നെയാണ്. നിങ്ങൾ ത്യജിക്കണം, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വേണ്ടാന്ന് വെക്കണമെന്ന്. അപ്പോൾ എന്നിട്ടും നിങ്ങൾ അത് മുമ്പോട്ട് തള്ളിക്കൊണ്ട് പോവുകയാണ്. പഴയ ഓർമ്മകളിലാണ് നിങ്ങൾ തള്ളിക്കൊണ്ടുപോകുന്നത്. ഇപ്പം സ്നേഹമൊന്നുമില്ല രണ്ടുപേർക്കും. മനസ്സിലാണ്ടോ? അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിനെ പേടിച്ചിട്ടാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലാണ് പോകുന്നത്. അത് നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാതെ തന്നെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യാൻ വഴിയുണ്ട്. എന്തായാലും വലിയൊരു ടവർ മൊമെൻറ്റ് വരുന്നുണ്ട്. എന്തൊരു വലിയൊരു ഹാർട്ട് ബ്രേക്കിലാണ് നിങ്ങൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ ആ ഡിസിഷൻ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് യൂണിവേഴ്സ് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ചോയ്സ് എടുക്കാതിരുന്ന നിങ്ങൾ പിന്നെയും ഇതിൽ പിടിച്ചു കിടക്കാൻ നോക്കും. പക്ഷേ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഡിസിഷൻ ചെയ്തു തരും, ഇതിനൊരു അവസാനമാക്കി തരും. മനസ്സിലായോ? നിങ്ങളത് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, നാളെ ശരിയാവും, നാളെ ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്നേഹം, സമയം, പൈസ, നിങ്ങളുടെ എനർജി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഒറ്റ ഒരു ഡിസിഷൻ കൊണ്ട് അതെല്ലാം കളയുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഡിലേ ചെയ്ത്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഡിലേ ചെയ്ത് പോകുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ അത്രയും തന്നെ എനർജി അല്ലേ ഇതിനകത്തേക്ക് ഇടുന്നത്. ഇന്ന് നിങ്ങൾ ഇതിനൊരു ബ്രേക്കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പോവാം. അതാണ് യൂണിവേഴ്സ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു ടവർ മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് യൂണിവേഴ്സ്. എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്? നിങ്ങളോട് പറയുന്ന നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ, നമ്മളെ ലൈഫിൽ വരാൻ പോകുന്ന മിക്ക കാര്യങ്ങൾക്കും നമ്മൾക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കിട്ടും. ചില സമയത്ത് ആളുകൾ പറയില്ലേ, കാലത്ത് എഴുന്നേക്കും എന്നൊരു സുഖമില്ല. നമ്മളുടെ ഈ വലത്തെ കണ്ണ് തുടിക്കും എന്ന് പറയും. നമ്മൾ കരയാൻ പോകുമ്പോൾ വലത്തെ കണ്ണോ ഇടത്തെ കണ്ണാണോ അറിയില്ല, അന്ധവിശ്വാസം നമ്മൾ പറയും. പക്ഷേ വലത്തെ കണ്ണ് തുടിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരയും. ഇടത്തെ കണ്ണ് തുടിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആളെ കാണുമോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ വലത്തെ കണ്ണ് തുടിക്കുമ്പോൾ കരയുന്ന കാര്യം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആ അത് തുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, രണ്ട് അനുഭവം എനിക്കുണ്ട്. ഭയങ്കരമായിട്ട് കരയേണ്ടി വന്നിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. ആ കരച്ചിൽ ഭയങ്കര. അപ്പോൾ എനിക്കത് ഭയങ്കര പേടിയാണ് വലത്തെ കണ്ണ് തുടിക്കുമ്പോൾ. അപ്പോൾ സാധാരണ നമ്മൾ അമ്മമ്മമാരൊക്കെ പറയാം തുപ്പൽ തൊടാൻ പറയും കണ്ണിൽ. ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കരയണം എന്നല്ലല്ലോ, കണ്ണിൽ കണ്ണുനീര് വരണം. അപ്പോൾ അതിന് ഞാൻ വെറുതെ പിച്ചുകയോ എന്നെ തന്നെ ഞാൻ വെറുതെ വേദനിപ്പിക്കും. ഇങ്ങനെ പിച്ച് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുമ്പോൾ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു തുടിപ്പ് മാറുകയാണ് ചെയ്യുന്നത്. എനിക്കത് ഭയങ്കര പേടിയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നലുകൾ ഉണ്ടാവും, എന്തോ നടക്കാൻ പോകുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ തന്നെ. അപ്പോൾ നമ്മളതിനെ ഇഗ്നോർ. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. ഭർത്താവ് ഉഴപ്പ് കാണുമെന്ന് നമുക്ക് തോന്നലുണ്ടാവാറുണ്ട്. ഭാര്യ ഉഴപ്പ് കാണുന്നു, ചെറിയ സിഗ്നൽസ് നമുക്ക് തരാറുണ്ട്. നമ്മൾ ഭയങ്കര അന്ധമായിട്ട് നമ്മളുടെ ലോകത്ത് തന്നെ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ കൂടെ ജീവിക്കുന്നവരുടെ വ്യത്യാസം, അവരുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മളുടെ ലോകത്ത് മാത്രമാവുമ്പോഴാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് അതാ പറയുന്നത്, നിങ്ങൾ എത്ര ഇഗ്നോർ ചെയ്താലും വരേണ്ട കാര്യങ്ങൾ വരേണ്ട സമയത്ത് വന്നു തന്നെ ആകും. സ്നേഹത്തിൻ്റെ ഒരു പേര് കൊണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നത്. ഇതൊരു ഡിവോഴ്സിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ പേഴ്സൺ വേറൊരു സിറ്റുവേഷനിലേക്ക് പോകും. മനസ്സിലായോ? ആ പേഴ്സൺ വേറൊരാളോട് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ടവർ മൊമെൻറ്റ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോകും. അത് നിങ്ങൾക്ക് വളരെ ഒരു ഷോക്കാവും, നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ആവും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊന്നും എവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളിതിൽ പിടിച്ചു നിൽക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചാൻസ്, പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള ഒരു ചാൻസാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരുന്നത്. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത്.
അത് കുറേയൊക്കെ കരയും നമ്മൾ ആൾക്കാർ. നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന എത്രയോ പേര് മരിച്ചു പോകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ നമ്മൾ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അവർ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. പക്ഷെ എന്നാലും നമ്മൾ ജീവിതമായിട്ട് മുമ്പോട്ട് പോകും. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അഡ്വൈസും നിങ്ങളുടെ റീഡിങ്ങും. രണ്ടാമത്തെ കാർഡിൻ്റെ വെർഗോ, പൈസീസ്, ലീബ്ര, സ്കോർപിയോ, Leo, Scorpio, Gemini, Libra, Virgo, Pisces, Leo, Aquarius. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കണ്ടത്. ഇത് രണ്ടാമത്തെ റീഡിങ് അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകേണ്ടത്. മൂന്നാമത്തെ റീഡിങ് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. ഭഗവാനെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് വേണ്ടത്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എനിക്ക് 2 റീഡിങ്ങിൻ്റെ റിക്വസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല, കാരണം അത് റെപ്പിറ്റേഷൻ ആവും. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് റീഡിങ് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരേപോലത്തെ റീഡിങ് 2 പ്രാവശ്യം ഇട്ടെന്ന് പറഞ്ഞതാണ് നിങ്ങൾ തന്നെ പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല. അത് ഞാൻ ആരോട് പറഞ്ഞു, ആ പേഴ്സണോട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് ചെയ്യാൻ പയ്യെ. ഓം നമഃ ശിവായ. ഓ, അത്രയും കാർഡ്സ് എടുക്കുന്നില്ല. ഞാനത് ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ, ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞില്ലേ. അതുകൊണ്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു എന്നെ ഒന്ന് ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നാണ് ആ കണ്ടത്. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ഭോലേനാഥ്, being polite, open up a new world of possibilities and happiness with your words of mouth. Convey your messages in a polite manner. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട്, നമ്മളുടെ ബന്ധുക്കളായാലും ശത്രുക്കളായാലും ആരോട് സംസാരിക്കുമ്പോഴും അവർക്ക് ആ റെസ്പെക്റ്റ് കൊടുത്ത് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുക. നമ്മളെപ്പോഴും ഉണ്ടല്ലോ, ചിലർ അവരെക്കാളും താഴ്ന്ന, നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു ലെവല് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിലരെ നമ്മളെക്കാളും ലെവലിൽ താഴ്ന്നവരായിട്ട് കാണുന്നുണ്ട്, നമ്മളെക്കാളും ഉയർന്ന ലെവലിലുള്ള കാണുന്നു, നമ്മളെ ഈക്വൽ ആയിട്ടുള്ള ലെവലിൽ കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മളെക്കാളും താഴ്ന്ന ലെവലിലുള്ളവർ സംസാരിക്കുന്നത് നമ്മൾക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമ്മൾ ആരോട് സംസാരിച്ചാലും അവർ താഴ്ന്ന ജോലി ചെയ്യുന്ന, താഴ്ന്നത് ഉയർന്നതെന്ന് ജോലി എനിക്കത് വ്യത്യാസം പറയാൻ പറ്റില്ല. എല്ലാ ജോലിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വൈറ്റ് കോളർ ജോലി ഇല്ലാത്തവരോട് നമ്മൾക്കൊരു വേറൊരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചിമാർ അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ ഭയങ്കര ധാർഷ്ട്യത്തോടെ പെരുമാറും. എന്നുവെച്ചാൽ നമ്മളുടെ വീട്ടിൽ ജോലിക്ക് വന്നവർ നമ്മളുടെ അടുത്ത് നിന്ന് പൈസ മേടിക്കുന്ന ആ ഒരു ധാർഷ്ട്യം. പക്ഷെ അവരെയാണ് നമ്മൾ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, അല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു അകൽച്ച നമ്മൾ കാണിക്കാൻ പാടില്ല, നമ്മളെക്കാളും താഴെയാണെന്ന് കാണിക്കാൻ പാടില്ല. നമ്മളുടെ ലെവലിലുള്ളവരോട് നമുക്ക് വഴക്കിടാം, അവരോട് എന്താ പറയുക, ഈക്വൽ ഈഗോ കാണിക്കാം. മനസ്സിലായി? നമ്മൾ താഴ്ന്നവരോട് നമ്മൾ ഈഗോ കാണിക്കുന്നത് എന്തിനാ? അവർ പാവം കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ, അല്ലേ? നമ്മളെല്ലാവരോടും ദയോടും കരുണയോടും പെരുമാറുക, എന്നാലേ നമ്മളോട് ദൈവം കരുണയോടെ പെരുമാറുള്ളൂ. അതാണ് നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ ഭഗവാനെ. അപ്പോൾ ഓവറോൾ എനർജി ഏസ് ഓഫ് വാൻസ് ആണ്. ഏസ് ഓഫ് വാൻസ് ആണ് ഒരു പുതിയ തുടക്കം, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്. ഇവിടെ ലവിനേക്കാൾ കൂടുതൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള പോലെയാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം, ഒരു പുതിയ ഒരു സിറ്റുവേഷൻ പോലെ, പുതിയ ഒരു ആക്ഷൻ പോലെ, അല്ലെങ്കിൽ പഴയ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതുമ വരുന്ന പോലെ. ഇവിടെ പിന്നെ ആ തേർഡ് പാർട്ടി വന്ന് കയറുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് റിവേഴ്സ്.
നെഗറ്റീവ് എനർജിയാണ്, പ്ലെയർ എനർജിയാണ്. മദർ ഓഫ് വോൺസ് റിവേഴ്സ് നെഗറ്റീവ് എനർജിയാണ്, ഭയങ്കര അസൂയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ രണ്ട് പ്ലെയർ എനർജീസിൽ കാണിക്കുന്നുണ്ട്. രണ്ടും ഇത് മൊത്തത്തിൽ ഫയർ സൈൻസ് ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് തമാശക്കുള്ള ഒരു റിലേഷൻഷിപ്പാണോ നിങ്ങൾ രണ്ടുപേരും സീരിയസ് അല്ലേ? ഒരാൾ മാരീഡ്, കുട്ടികളുള്ള ഒരാൾ സിംഗിൾ എനർജി പോലെയാണ് കാണിക്കുന്നത്. ഒരു യങ് എനർജി, അൺമാരീഡ് ആണ്, അങ്ങനെ ഒരു എനർജി. അപ്പോൾ അതിനിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണിത്, മനസ്സിലായി? അപ്പോൾ ഇത് വെറും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണോ? ഇവിടെ ഒരു ലവിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്? ഒരു സാറ്റിസ്ഫൈഡ് ആണ്, ഒരു ബാലൻസ് ഇല്ല, എക്സ്ട്രീം ആണ് ഇവിടെ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണോ? ഇത് ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കുന്ന ആളുകളാണോ? അത് ഒരുമിച്ച് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെയുണ്ട്. ഇവിടെ വേറൊരു നൈറ്റ് വന്നിട്ടുണ്ട്, അവിടെ ഒരു നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട്, അതിവിടെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. രണ്ടും യങ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേറൊരാൾ കയറിയിട്ടുണ്ടോ? ഈ യങ് എനർജി ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടാണോ കയറിയിരിക്കുന്നത്? അതോ യങ് എനർജി ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടുണ്ടോ? അതോ ആ യങ് എനർജി വേറൊരു യങ് എനർജി ആയിട്ട് റിലേഷൻഷിപ്പിലാണോ ഇപ്പോൾ? ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊരു എക്സസിലേക്ക് പോകുന്ന ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് പോലെ, ഒരു അഫെയർ പോലെ കാണിക്കുന്നുണ്ട് ഇവിടെ. അടി ബഹളം എല്ലാം ഉണ്ടാവുന്നുണ്ട്, ഡിഫെൻസ് ആവുന്നുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഡോട്ടർ ഓഫ് പെന്റക്കിൾസ്. ഇവിടെ കുറേ ആളുകളുണ്ട്, രണ്ട് സ്ത്രീകളുണ്ട്. രണ്ട് സ്ത്രീകളും മാരീഡ് ആണ്, കുട്ടികളുണ്ട്. രണ്ട് യങ് എനർജീസ് ഉണ്ട്, അൺമാരീഡ് ആണ്. ഒരു യങ് എനർജി ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. ഇത്രയും ആളുകളാണ് ഇതിനകത്ത്. ഇതെന്താ പരിപാടി? ഇത് എന്ത് തരം റിലേഷൻഷിപ്പാണ്? ഇവിടെ എന്താ നടക്കുന്നത്? ഭയങ്കര ബഹളമുണ്ട്. ആരൊക്കെയോ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, വഴക്കിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് എല്ലാവരും സ്വരുമയോടെ പോകുന്ന പോലെ, മനസ്സിലായോ? ഇവിടെ ഹാപ്പിനെസ് ഉണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? സിറ്റുവേഷൻ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. കുറേ ആളുകളുണ്ട്, അമ്മയും കുഞ്ഞും, ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ, രണ്ട് സ്ത്രീകളുണ്ട്, രണ്ടുപേരും കുട്ടികളുള്ളതാണ്. രണ്ട് യങ് എനർജീസ് ഉണ്ട്, അൺമാരീഡ്. ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഇവിടെ എന്താ ചാലഞ്ച് എന്ന് നോക്കുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ അപ്പോൾ പലരും ഉണ്ട് ഇതിനകത്ത്. പല ആണുങ്ങൾ, പല പെണ്ണുങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മൊത്തത്തിലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരേ എനർജിയുള്ള, ഒരേ ഏജിലുള്ള ആണുങ്ങളില്ല. വെച്ചാൽ ഈ സ്ത്രീകൾ രണ്ടുപേരും അമ്മമാരാണ്. ഈ സ്ത്രീകൾക്ക് പറ്റിയ ആണുങ്ങൾ കിങ്സ് ആണ് വരേണ്ടത്. അവർ രണ്ടുപേരും വന്നിട്ടില്ല ഇവിടെ, മനസ്സിലായി? രണ്ടുപേരും യങ് എനർജീസ്, അൺമാരീഡ് ആയിട്ടുള്ള എനർജിയാണ്. ഒരു പെൺകുട്ടി ഉണ്ട് ഇതിനിടയിൽ. ഓക്കെ, ഞാൻ ചാലഞ്ചസ് നോക്കാം. ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് അത്രയധികം പോകുന്നില്ല, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്, എന്ത് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെന്ന് വെച്ചാൽ ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചാലഞ്ചസ്? ഒരാളെ സ്വന്തമാക്കാൻ കുറേ പേര് ഇതിൻ്റെ പുറകെ നടക്കുന്ന പോലെ ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പോൾ പക്ഷേ
ഇവിടെ ഒരു സ്റ്റാർ കാർഡ്, സ്റ്റാർ ഹോപ്പ് ആൻഡ് ഡിസയർ ആണ് കാണിക്കുന്നത്, റീകൺസിലിയേഷൻ. വളരെ പ്ലാനിങ്ങോട് കൂടി ഇവിടെ നടക്കുന്നു. ഒരാൾ എതിരെ നിൽക്കുന്നു. ഇവിടെ 3 സ്ത്രീകളുണ്ട്, 3 അമ്മമാരാണ്. ഈ കുട്ടികളുടെ ആണുങ്ങളുടെ അമ്മമാരാണോ ഇത്? അതോ ഒരു പെൺകുട്ടി, അവൾക്ക് 2 ആൺപിള്ളേർ ഉള്ള പോലെ, മനസ്സിലായോ? പക്ഷെ ഇവിടെ 3 അമ്മമാരുണ്ട്. 3 പേരുടെയും അമ്മമാരാവാനാണ് വഴി. എന്തായാലും ഈ പെൺകുട്ടിയുടെ അമ്മയാണെന്ന് തോന്നുന്നു ഇതിന് എഗെയിൻസ്റ്റ് ആണ്. അവർക്ക് ഇതിനകത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും ഒരാൾ ഭയങ്കര കട്ട എതിർപ്പായിട്ട് നിൽക്കുകയാണ് ഇവിടെ, മനസ്സിലായോ? സംരക്ഷണമായിട്ട് നിൽക്കുകയാണ് ഒരാൾക്ക്. ഈ കിങ്സ് ഒക്കെ വരില്ലേ, കിങ്ങും ക്വീനും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ആളുകളാണെന്നാണ് പറയുക. ഒരു മാരേജ്, യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കല്യാണാലോചന നടക്കുന്ന പോലെ ഇപ്പോഴാണ് ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതിന് പറ്റിയ ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആണ് നോക്കുന്നത്. അതിന് പറ്റിയ 2 ആൺകുട്ടികൾ, മെച്ചോർഡാണ്, കല്യാണപ്രായമായവരാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് 2 പേർക്കും ഒരു കല്യാണാലോചന വന്നതായിരിക്കും ഇവിടെ. പക്ഷേ ഇത് ഒരു പുതിയ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 2 ആൺപിള്ളേരെയും ഈ ആൺകുട്ടികളെ വേറെ എന്താ പറയുക, അവരവരുടെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇവിടെ. എന്തായാലും ഇതിനെതിരായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണം ഈ ആൺപിള്ളേരെ 2 പേര്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്ലാനിങ്ങോടെയാണ് പോകുന്നത്. അപ്പോൾ അവരാണ് ഇവിടുത്തെ ചാലഞ്ച്. അപ്പം നിങ്ങളിതിലേതാണ്? നിങ്ങൾ ഈ ആൺകുട്ടികളിൽ ഒരെണ്ണമാണോ, നിങ്ങൾ ഈ അമ്മമാരിൽ ഒരെണ്ണമാണോ, അതോ നിങ്ങൾ ഈ പെൺകുട്ടിയാണോ? അടിപൊളി, ആകെ മൊത്തം കുളമായി. എനിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട് കണ്ടിട്ട്. മൂന്നാമത്തെ ഒരു എനർജിയും കൂടെ കയറി കഴിഞ്ഞു ഇവിടെ. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പം 3 പേരാണ് ഇവിടെ കാണിക്കുന്നത്. അതിലിവിടെ സ്ട്രോങ് ആയിട്ട് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിന് മാത്രമേ ഉള്ളൂ. നൈറ്റ് ഓഫ് കപ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ള എനർജി. മറ്റവരൊക്കെ വെറുതെ വന്ന് കയറിയിരിക്കുന്നവരാണ്, മനസ്സിലായി? കോമ്പറ്റീഷനാണ് ഇവിടെ. ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള വടംവലി നടക്കുന്ന പോലെ. അപ്പോൾ ഈ പെൺകുട്ടിയെ, അല്ലെങ്കിൽ അതന്നെ ഈ പെൺകുട്ടിയെ ഈ 3 സ്ത്രീകളുടെയും ആൺമക്കൾക്ക് വേണമായിരിക്കും കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ്. പക്ഷേ ഈ പെൺകുട്ടി ആരെ കല്യാണം കഴിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളാണോ ആ പെൺകുട്ടി, അതോ നിങ്ങൾ ഈ ആൺപിള്ളേരിൽ ഒരെണ്ണമാണോ, അതോ നിങ്ങൾ ഈ അമ്മമാരിൽ ഒരെണ്ണമാണോ? എന്തായാലും ഇവിടെ നല്ലൊരു ചാലഞ്ചാണ് കാണിക്കുന്നത്. വളരെ സ്റ്റബണായിട്ടൊരു അമ്മയുണ്ട്. എൻ്റെ മകന് തന്നെ ഈ പെൺകുട്ടിയെ കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരമ്മ. അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ അങ്ങനെ ട്രൈ ചെയ്യണ്ട, ഞാൻ തന്നെ ഇവളെ കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്ന ഒരു അമ്മയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. എന്തായാലും എന്താണ് സിറ്റുവേഷനിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഇത് ആരുടെ റീഡിംഗ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫൂൾ, ഓക്കെ. ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾ, അടിപൊളി. 4 ചെറുപ്പക്കാരുണ്ട് ഇവിടെ. 4 ചെറുപ്പക്കാർ, അൺമാരീഡായ 4 ചെറുപ്പക്കാരുണ്ട് ഇവിടെ. 3 അമ്മമാരുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇതെന്തുകൊണ്ടോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഈ തേർഡ് റീഡിങ്. ഇവിടെ എന്തായാലും ഇതൊരു ഫിസിക്കൽ അട്രാക്ഷൻ പോലെ ഉണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ പെൺകുട്ടിക്ക് 4 ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? അമ്മമാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ? അതോ ഈ പെൺകുട്ടി വെറും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണോ ഈ പിള്ളേരുടെ കൂടെ ഒക്കെ വെച്ചേക്കുന്നത്? ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ വളരെ യങ് എനർജിയാണ്, മനസ്സിലാണ്ടോ? അപ്പോൾ മാരീഡ് അല്ല, അത് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കള്ളത്തരം ഇതിനകത്ത് കളിക്കുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷൻ എനിക്കങ്ങ് പിടുത്തം കിട്ടുന്നില്ല എന്താണ്. ഫുൾ കാർഡ്, ഒരു ന്യൂ ബിഗിനിങ്. ഒരാൾ ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഒരു റിസ്ക് എടുക്കാൻ പോകുന്നത് ഇവിടെ, കേട്ടോ. ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് വന്ന് കയറും. ആ പേഴ്സണ് ലോങ് പ്ലാൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ സിമ്പതി ആയിരിക്കും പെൺകുട്ടിയോട്. എന്തായാലും ഇതിന് സൊല്യൂഷൻ കാണാൻ പോകുന്നത് 72 മണിക്കൂറിനുള്ളിൽ ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഇവിടെ വന്ന് കയറാൻ പോകുന്നത്. ഈ പേഴ്സൺ ഭയങ്കര സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന എനർജിയാണ്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. കാരണം ആ പേഴ്സണ് ലോങ് ടേം പ്ലാൻ ഉണ്ട്. ആ പേഴ്സൺ ഈ പെൺകുട്ടിയെ കിട്ടിയേ പറ്റും. അപ്പോൾ ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് പറഞ്ഞ തമാശയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല. ഈ പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ ഈ പേഴ്സൺ ഈ പെൺകുട്ടിയെ കൊണ്ട് പോകും. അപ്പോൾ എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ പോവാണ് ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, മനസ്സിലായി? കാരണം ലോങ് ടേം പ്ലാൻ ആണ്. ഈ പെൺകുട്ടിയെ കൊണ്ട് ഈ പേഴ്സൺ ആണ് പോകാൻ പോകുന്നത്. അപ്പോൾ
നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എർത്ത് സൈൻ ആണ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ആ പേഴ്സൺ ആണ് ഈ പെൺകുട്ടിയെ കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കും ഈ സിറ്റുവേഷന് കേട്ടോ. അതാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. ഈ പേഴ്സൺ ഈ പെൺകുട്ടിയെ കൊണ്ട് പോകും. ഹെർമിറ്റാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ. പക്ഷേ ഈ 3 ആൺകുട്ടികൾക്കും ഈ 4മതൊരാൾ ഇവിടെ ഉള്ള കാര്യം അറിയില്ല. അതാണ് കാരണം ഇവിടെ ഹെർമിറ്റാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഒളിവിലായിരുന്നു, ആരെയും അറിയിക്കാതെയാണ് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. എന്ത് കൊണ്ടോ ഇത്. ഈ പേഴ്സൺ എബ്രോഡ് ആയിരുന്നു തോന്നുന്നു. ആ പേഴ്സണാണ് തിരിച്ചു വരാൻ പോകുന്നത്. പേഴ്സൺ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബാഡ് ആയതുകൊണ്ട് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി വേറെ ബോയ്സ് ഈ പെൺകുട്ടിയുടെ ലൈഫിൽ വന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഈ പേഴ്സൺ വരുന്നുണ്ട്. ഈ പേഴ്സൺ ഈ പെൺകുട്ടിയെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റിങ്ങിലായിരുന്നു എന്നാണ് പറയുന്നത്. പൈസയുടെ കാര്യത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇതിനകത്തേക്ക് ഇടിച്ചു കയറും. വിഷയമായി ഇത് എന്ത് റീഡിംഗ് ആണ്? നിങ്ങൾക്കൊന്നും ഈ തേർഡ് റീഡിംഗ് മനസ്സിലായില്ലെങ്കിൽ അത് വിട്ടേക്ക്. കാരണം ഇതിൻ്റെ കൂടെ വന്ന റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇത് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇതാണ് അഡ്വൈസ്. ഈ സിറ്റുവേഷനിൽ ഇറങ്ങി പോവാന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ ചിലപ്പോൾ ഈ 3 അമ്മമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഈ പയ്യനല്ലാതെ വേറെ 3 ആൺപിള്ളേർ അവിടെ ഉണ്ട് കല്യാണം കഴിക്കാത്തവർ. അവരിൽ ആരെങ്കിലും ആണെങ്കിൽ ഈ സിറ്റുവേഷൻ അവസാനത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ചാടിക്കോളാനാണ് പറയുന്നത്. ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ഇതിന് ചാടിക്കോളാനാണ് പറയുന്നത് കേട്ടോ. എന്തൊരു റീഡിംഗ് ആയിപ്പോയി. എനിക്ക് ഒരു സാധനം മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ മെസ്സേജൊക്കെ വന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇതിവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾ പണം കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഇതിനകത്തേക്ക് കയറണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറൊരു ലവ് വരും കേട്ടോ. കുറച്ച് ഡിലേ ഉണ്ടാവും, പക്ഷെ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറൊരു ലവ് അഫെയർ വരും, മ്യൂച്വൽ ഒരു ലവ് വരും. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? എനിക്കൊരു പിടുത്തമില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഈ തേർഡ് റീഡിംഗ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല എന്ന് എന്നോട് പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഈ റീഡിംഗ് ഇവിടെ വന്നത് കൊണ്ട് മാത്രം ഇട്ടതാണ്. എനിക്കൊരു കുന്തോ ഇതിനകത്ത് മനസ്സിലായിട്ടില്ല. മനസ്സിലായി ഇത് ആരാണ് എന്താണ് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ആകെ കൂടെ ഒരു അവിയൽ പരുവാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്താണ് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ തേർഡ് റീഡിംഗ് നമുക്ക് വിട്ടേക്കാം. പക്ഷെ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. സോഡിയാക് സൈൻ അക്വാരിയസ്. അടിപൊളി. ഇങ്ങനത്തെ ഒരു റീഡിംഗ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അക്വാരിയസ് ആരുടെയാണ്? ജനറൽ റീഡിങ്ങിന് അതാ പ്രശ്നം. ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപ്പിയോ, വെർഗോ, അക്വാരിയസ്. ലിയോ, അക്വാരിയസ്. ഇങ്ങനെ ഞാൻ ബ്ലാങ്ക് ആയിട്ട് എനിക്ക് ഇത് ആരുടെ റീഡിംഗ് ആണ്, എന്താണ് ഇതൊക്കെ നടക്കുന്നത് ഒന്നും മനസ്സിലായി. കാരണം കുറേ ആളുകളുണ്ട് ഇവിടെ, കുറേ സ്ത്രീകൾ, അമ്മമാരുണ്ട്. സാജിറ്റേറിയസ്, റിലേ പോയി. ഓക്കെ, ഇത് വെറും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പോലെയാണ് കേട്ടോ. പലരും ഇതിനകത്തുണ്ട്. മൊത്തത്തിലൊരു ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാണ് ഇവിടെ കാണിച്ചത്, അല്ലാതെ വേറെ ഒന്നും കാണിക്കുന്നില്ല അവിടെ. പലര് വരുന്നു, പലര് പോകുന്നു, ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെ കണ്ടത്. എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും ഞാൻ റീഡിംഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഭഗവാൻ തരാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു. ബൈ ബൈ.